ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖ നവീകരണം വേഗത്തിൽ നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു. ഇതിനു മുന്നോടിയായി സന്ദീപ് വാര്യർ MLA ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. നബാർഡിന് കീഴിൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽപ്പെടുത്തിയാണ് ചെറുവത്തൂർ മടക്കര തുറമുഖ നവീകരണത്തിന് 61.92 കോടി രൂപ അനുവദിച്ചത്. തുറമുഖത്തിലും അനുബന്ധമായും നീലേശ്വരം, ചെറുവത്തൂർ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങളും ഉൾപ്പെടും. ലേല ഹാൾ, വാർഫ്, ലോക്ക് റൂം, ഡ്രഡ്ജിംഗ്, നീലേശ്വരം, ചെറുവത്തൂർ വാർഫ് നവീകരണം തുടങ്ങിയവയൊക്കെ പദ്ധതിയുടെ ഭാഗമായി നടക്കും. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ സന്ദീപ് വാര്യർ MLA തുറമുഖത്തിലും സന്ദർശനം നടത്തി. ഏറ്റവും വലിയ സന്തോഷം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുകയാണ്. ഭാവിയിൽ ഒരുപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ നിരവധിയായ ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ എന്തൊക്കെയാണോ സാധിക്കുന്നത് ആ സാധിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യും. ഇവിടെ ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും എന്നുകൂടി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു പ്രസംഗത്തിനുള്ള വേദിയല്ല. നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. ഹാർബർ എഞ്ചിനീയറിംഗ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ P. ജയദീപ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. രൂപേഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. സുനീഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശില്പ ശശികുമാർ എന്നിവർ MLAയുമായി പദ്ധതിയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. വർഷങ്ങളായി മത്സ്യബന്ധന മേഖലയിലുള്ളവരും ബോട്ട് വള്ളങ്ങളുടെ ഉടമസ്ഥ സംഘടനകളും തൊഴിലാളി സംഘടനകളും നാട്ടുകാരും ആവശ്യപ്പെട്ടു വരുന്ന തുറമുഖ നവീകരണത്തിന് 60 കോടിയിൽ പരം രൂപ ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയെടുത്ത സന്ദീപ് വാര്യർ MLAക്ക് പൗരാവലി സ്വീകരണം നൽകി. മടക്കര തുറമുഖത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ പൊറായിക് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സന്ദീപ് വാര്യർ MLA, ഹാർബർ എഞ്ചിനീയറിംഗ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറിംഗ് P. ജയദീപ്, K. സുധാകരൻ, ഡോക്ടർ K. ശശിധരൻ, അഡ്വക്കേറ്റ് K. രാജേന്ദ്രൻ, K. പ്രകാശൻ, AGC ബഷീർ, പ്രദീപൻ തുരുത്തി, V. നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.